അങ്ങനെ ഇന്നാണ് ശിവരാത്രി. ഞാൻ 3 ദിവസം കാത്തിരുന്ന് വ്രതം എടുത്ത ദിവസം ഇന്നത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു. എല്ലാ ശിവരാത്രി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഒരു വർഷം പോലും ഞാൻ മിസ് ചെയ്യില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും ശിവരാത്രിക്ക് എനിക്ക് വ്രതം എടുക്കാൻ പറ്റാറുണ്ട്. ഇപ്രാവശ്യം ഉപവാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഉപവാസം എടുത്തില്ല. ഇപ്രാവശ്യം എല്ലാവരും കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാനായിരുന്നു പ്ലാൻ. ഞങ്ങളങ്ങനെ മാറി മാറിയാ പോവാറ്. അങ്ങനെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ഫ്രഷായി ഞങ്ങൾ ആദ്യം ഒരു അമ്പലത്തിൽ പോയി. ആ അമ്പലം ഉണ്ടല്ലോ കാണാൻ ഭയങ്കര രസമാണ്. പുറകിലിങ്ങനെ അരുവിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നല്ല പോലെ തൊഴാൻ പറ്റി. പിന്നെ ഭയങ്കര രസം അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ അരുവിയുടെ സൈഡിൽ പോയി കുറേ നേരം ചുമ്മാ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ അവിടെ കുറേ പേരിങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ വീട്ടിനൊക്കെ കുറച്ച് കടുത്താണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ 11 മണിയായപ്പോഴത്തേനും വേറൊരു അമ്പലത്തിൽ പോയി. അവിടെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ആ നൈറ്റ് ഫുള്ളുണ്ട്. നൈറ്റല്ല, നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് വരെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രദക്ഷിണം വയ്ക്കുമല്ലോ 108 വല, അപ്പം അങ്ങനെ വലം വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. നടക്കും ഇരിക്കും. നമുക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ കല്ലല്ലേ അതിൽ ചവിട്ടി നടക്കുമ്പോൾ കാലൊക്കെ ഒരു പരുവായി. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് നടന്നും ഇരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ക്ഷേത്രം ചുറ്റി കണ്ടു. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. രാത്രി എനിക്ക് ഈ കുളം കടലൊക്കെ കാണാൻ കുറച്ച് പേടിയാണ്. എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്നാലും അതൊക്കെ കണ്ട് പിന്നെ മനസ്സിലടുത്ത ശിവരാത്രിക്ക് മുമ്പ് നടക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇത്തവണത്തെ എൻ്റെ ആഗ്രഹങ്ങൾ നീ നടത്തി തരണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ 3:15 4:15 5:15 നിർമ്മാല്യം തൊഴുത് മനസ്സൊക്കെ നിറഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.